ആ വീരപ്പന്മാരോട് പറഞ്ഞ അവസാന അവധിയും നാളെ തീരും. നാളെയും ആരതി എത്തില്ലെന്നറിയുമ്പോ ജോർജി, ഇത് കൈവിട്ടു പോട്ടാ. ഇനിയിപ്പോ എന്ത് കള്ളം പറഞ്ഞു പിടിച്ചു നിൽക്കാനാ? നിങ്ങൾ പേടിക്കണ്ട. പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കും. ആരതിയെ നമ്മൾ തിരിച്ചു കൊടുക്കും, ഉറപ്പ്. എവിടുന്ന്? നീ എന്ത് ഭ്രാന്ത ജോർജ് ഈ പറയുന്നേ? ജീവിച്ചിരിക്കുന്നെന്ന് പോലും ഒരു ഉറപ്പുമില്ലാതെ. പറയാം. അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയാനുണ്ട്. ഒരിക്കൽ കേട്ട കഥയിൽ വിട്ടുപോയ ചില സത്യങ്ങൾ. കൂട്ടുകാരോടൊപ്പം ചന്ദ്രഗിരിയിൽ ഹോളിഡേയ്സിന് പോയ സാം തിരിച്ചു വന്നത് മണിപ്പാലിലെ എൻ്റെ കോളേജിലേക്കായിരുന്നു. ആരതിയുമായിട്ടുള്ള ഇഷ്ടത്തെക്കുറിച്ച് അന്നവൻ എന്നോട് പറഞ്ഞു. എനിക്ക് തിരുത്താൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു സാമിന് ആരതിയോടുണ്ടായിരുന്ന സ്നേഹം. ഒടുവിൽ ഞാൻ തന്നെയാണ് അവനെ വീണ്ടും ചന്ദ്രഗിരിയിൽ കൊണ്ടുവിട്ടത്. ഒരു ദിവസം ഏറെ വൈകി എനിക്ക് സാമിൻ്റെ ഒരു കോൾ വന്നു, കൊട്ടാരത്തിൽ നിന്ന്. ജോർജ്, താഴ്വാരത്ത് നീ വെയിറ്റ് ചെയ്യണം. വെളുക്കും മുമ്പ് ഞാൻ അവിടെ എത്തും, ആരതിയുമായി. രാത്രി മുഴുവൻ ഞാൻ കാത്തുനിന്നു. സാം വന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞു സാം മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണെന്ന്. നാട്ടുകാരോ ലോക്കൽ ഹെൽത്ത് സെൻ്ററിൽ എത്തിച്ചു, അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക്. കൂടുതൽ ചികിത്സയ്ക്കായി ഞാൻ സാമിനെ നാട്ടിലേക്ക് കൊണ്ടുപോകും. സാമിൻ്റെ ശരീരം ചികിത്സിച്ച് ഭേദമാക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞു. പക്ഷേ ആ ഓർമ്മകൾ, അതവൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു കോയിൻസിഡൻസ് പോലെ ആരതിയെ വീണ്ടും കണ്ടത്. കേരള കർണാടക അതിർത്തിയിലെ ശാന്തിഗ്രാമിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി കവർ ചെയ്യാൻ പോയതാണ്. സാം മരിച്ചുവെന്നാണ് ആരതി വിശ്വസിച്ചിരുന്നത്. സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അവൾ സാമിനെ കാണണമെന്ന് വാശി പിടിച്ചു. പക്ഷേ ആരതി, ആ ഓർമ്മകളൊന്നും ഇപ്പൊ സാമിന്റെ മനസ്സിലില്ല. ഒരു പക്ഷേ ആരതിയെ പോലും. എനിക്ക് ഉറപ്പാണ് സാം എന്നെ തിരിച്ചറിയും, എന്റെ സ്നേഹം തിരിച്ചറിയും. പക്ഷെ ആരതിയുടെ പ്രതീക്ഷ തെറ്റായിരുന്നു. സാം ആരതിയെ തിരിച്ചറിഞ്ഞില്ല. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ബട്ട് പോസിബിലിറ്റീസ് ആർ ദേർ. വിവാഹം കഴിഞ്ഞ് ആരതിയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സാമിന് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചേക്കും. തീരുമാനം അമ്മച്ചിയുടേതാണ്. അമ്മച്ചി അതിന് സമ്മതിച്ചു. അങ്ങനെയാണ് ആരതിയുമായി സാമിന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. പക്ഷെ ആനിന്റെ ഓർമ്മകളിലേക്ക് പോയ സാം ആ കല്യാണം മുടക്കി. അതെങ്ങനെ ശരിയാവും വെച്ചു? ഈ നിൽക്കുന്ന ആനെയല്ലേ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? ജോർജി, എന്നാ പിന്നെ ആരതിയെ തിരിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് രക്ഷപ്പെട്ടാ പോരെ? അത് പറ്റില്ലടാ. ആരതിയുമായി സാം രക്ഷപ്പെടാൻ ശ്രമിച്ച ആ രാത്രി മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിരുന്നു. സാമിനെ അവരെ കൊല്ലാൻ ശ്രമിച്ചത് മനസ്സിലാക്കാം. പക്ഷെ ആരതി, അവളെ എന്തുകൊണ്ട് അവർ രക്ഷിച്ചില്ല?
അതിനർത്ഥം ആരതി ഇല്ലാതാവണം എന്നാഗ്രഹിക്കുന്ന ആരോ ഒരാൾ അന്നുണ്ടായിരുന്നു. ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു ശത്രു. അതാരാണെന്നറിയാത്തിടത്തോളം ആരതിയുടെ ജീവൻ ഇവിടെ സേഫല്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതാരാണെന്ന് പറയാൻ സാമിന് മാത്രമേ കഴിയൂ. അതിന് അവൻ്റെ ഓർമ്മകൾ അവന് തിരിച്ചു കിട്ടണം. അതിനല്ലേ ഇത്രയും കാലം ശ്രമിച്ചത്. ഇനി എന്ത് ചെയ്യാനാ? ഒരു പോസിബിലിറ്റി മാത്രമേ ഇനി അവശേഷിക്കുന്നു. ഇന്നാണ് ചന്ദ്രഗിരിയിലെ ഉത്സവത്തിന് കൊടിയിറങ്ങുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പ് സാമിന്റെ ജീവിതം തകിടം മറിഞ്ഞ ആ രാത്രി. അതിന്നാണെന്ന് അവൻ ഫീൽ ചെയ്യണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം. അതിനു മുമ്പ് നമുക്കൊരാളെ കൂടി കാണണം. രാത്രി കൊട്ടാരത്തിലെ എല്ലാവരും ക്ഷേത്രപൂജയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചന്ദ്രഗിരി വിടും, മല്ലികയുമായി. എന്നിട്ട് എന്റെ ഏട്ടന്മാര് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ജോർജിക്ക്? ഇല്ല, പക്ഷേ നമുക്ക് മുന്നിൽ വേറെ വഴിയില്ല മല്ലി. എടാ, മല്ലികയുമായി ചന്ദ്രഗിരി വിടാൻ സാം സമ്മതിക്കുമോ? സമ്മതിപ്പിക്കണം പോളി. എന്ത് വഴി ഉപയോഗിച്ചിട്ടാണെങ്കിലും അത് സമ്മതിപ്പിക്കണം. ജോർജി, എന്ത് മണ്ടത്തരോ നീ പറയുന്നേ? മല്ലി പറഞ്ഞ കഥയൊക്കെ നീ കേട്ടതല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് ഇനിയൊരു ദുരന്തം വിളിച്ചു വരുത്താനാണോ നീ ഇങ്ങനെയൊക്കെ? അന്ന് ആരതിയെ ഉപേക്ഷിച്ച് നിന്നോട് രക്ഷപ്പെടാൻ മല്ലിക പറഞ്ഞപ്പോ നീ അനുസരിച്ചോ? അന്ന് നിനക്ക് വലുത് നിന്റെ പെണ്ണായിരുന്നു. അതുപോലെ തന്നെ എനിക്കിപ്പോ. ഇത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. വന്നതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകും. നമ്മൾ 4 പേര് മാത്രം. അത് പറയാൻ എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? ഇവൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടിയാ ഇവിടെ വന്നത്. മല്ലിയില്ലാതെ ഞങ്ങൾ തിരിച്ചു വരാം. പക്ഷെ ഇവൻ വരുമെന്ന് നിനക്കുറപ്പുണ്ടോ? വന്നില്ലെങ്കിൽ ഇവനെ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് പറ്റില്ല. എടാ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സാമേ, നാളെ ആരതിയെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വീരപ്പന്മാരെ നമ്മളെ കൊല്ലും. വേറെ വഴിയില്ല. നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി നമ്മൾ 4 പേര് ഇവിടുന്ന് മുങ്ങുന്നു മല്ലികയുമായി. എടാ സതിയന്മാരെ, അപ്പൊ ഇതാരെന്നല്ല നിങ്ങളുടെ ഉദ്ദേശം? കാണിച്ചു തരാടാ. മച്ചമ്പി! 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 ആ കൗണ്ടർ വീരപ്പന്മാരോട് പോയി എല്ലാം പറയുന്നതിന് മുമ്പ് ചന്ദ്രഗിരി വിടണം. വിട്ടോ? ചന്ദ്ര, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ചെല്ല്. മച്ചമ്പി പറഞ്ഞത് ശരിയാണെങ്കിൽ നാളെ പുലരുമ്പോ ചന്ദ്രഗിരിപ്പുഴയിൽ 4 ശവങ്ങൾ ഒഴുകണം. ഓ